ശരി. ശ്രീ അഖിൽ രവീന്ദ്രൻ, നേരത്തെ മഞ്ചവിളാകം ജയൻ സാറിന് 2-3 ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അതിന് മറുപടി പറയാൻ കാണും. ഒപ്പം തന്നെ അതിനോടൊപ്പം ചേർത്ത് ചോദിക്കാനുള്ളത്, ഈ UDF ജമാഅത്ത് ഇസ്ലാമി ബന്ധം BJPയും വലിയ രീതിയിൽ ചർച്ചയ്ക്കെടുത്തതാണ്. എന്നിട്ട് പോലും അവിടെ BJPക്ക് വലിയ തോതിൽ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹിന്ദു മഹാസഭയും BJPയും തമ്മിലുള്ള ബന്ധം. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ മുതിർന്ന പരിചിതനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. ഈ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ ഹിന്ദു മഹാസഭ എന്താണ്, ഹിന്ദു മഹാസഭയും BJPയും തമ്മിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവകവും തമ്മിൽ എന്താണ് ബന്ധം എന്നതിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ചിട്ട് പറയുന്നതാണ്. കാരണം സാധാരണ ആളുകളൊന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം വെറുതെ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നത് അല്ലാതെ ഹിന്ദു മഹാസഭയുടെ നിലപാട് എന്താണ്, അത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ PDPയെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം ബോധപൂർവം കേൾക്കാതെ പോയതാണ്, അല്ലാതെ ഞാൻ പറയാത്ത കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയെ എന്ന തീവ്രവാദ സംഘടനയുമായി കോൺഗ്രസ് നടത്തിയിരിക്കുന്ന കൂട്ടുകെട്ട്, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യിക്കാൻ BJPക്ക് സാധിച്ചു. ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മണ്ഡലമോ, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും വലിയ വേരാട്ടമുള്ള ഒരു മണ്ഡലമൊന്നുമല്ല നിലമ്പൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് നിലനിർത്തുക എന്നുള്ളത് തന്നെ വലിയ വെല്ലുവിളിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അവിടെ ഓരോ വീടുകളിലും കയറി ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് ഞങ്ങൾ അവരോട് സംവദിക്കുകയും, കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായി നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ, അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ, അവരോട് നേരിട്ട് സംവദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് നേരത്തെ ഇവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞതുപോലെ ചെറിയ വോട്ടാണെങ്കിലും ഇവിടെ തലയുയർത്തി നിൽക്കുവാൻ, വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് മാത്രമാണ്. NDAക്കാണ്, BJPക്കാണ്. ഇവിടെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും CPMന്റെയും വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രീണനം, അതോടൊപ്പം തന്നെ PDPA എന്ന് പറയുന്ന വർഗീയ സംഘടന, ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അവർക്ക് രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്: മതരാഷ്ട്രം ഉണ്ടാക്കുക, ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുക, ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുക, അതിനു വേണ്ടിയിട്ട് എന്ത് നെറുകേടും കാണിക്കുവാൻ വേണ്ടിയിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഈ രണ്ട് തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിച്ചിട്ടുള്ളത് CPMഉം കോൺഗ്രസുമാണ്. അത് പൊതുസമൂഹത്തിന് മുമ്പ് ചർച്ച ചെയ്യിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഈ വോട്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. ബൈ ഇലക്ഷനുകളൊന്ന് പരിശോധിക്കുക. ഈ പറയുന്ന മുന്നണികളുടെ നേതാക്കന്മാർ ഇവിടെ സംസാരിച്ച സമയത്ത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം BJPക്ക് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വോട്ട് നിലനിർത്തുകയും, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് നിലനിർത്തുകയും, നേരിയ വർധനമാണെങ്കിലും അതൊരു വർധനമാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഓരോ ആളുകളെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. അത് ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്ന നരേന്ദ്രമോദിജിക്ക് നൽകിയിട്ടുള്ള വോട്ടാണ്, അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വോട്ടാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ആളുകളെയും ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത നിലമ്പൂരെ ജനങ്ങളെയും ഞങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് അവരെയും ഞങ്ങളുടെ ആശയത്തിന്റെ ഒപ്പം നിർത്തിക്കൊണ്ട്, ഒരു വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കാതെ, ഒരു ആശയ നിലപാടിൽ നിന്നും മാറി ചിന്തിക്കാതെ കൃത്യമായ ആശയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വരുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നഷ്ടമായിരിക്കുന്നത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ എന്ത് വികസനമാണ് നടക്കുന്നത്, കേരളത്തിലെ എന്ത് മുന്നോട്ട് പോകാനായിട്ട് എന്ത് പ്രതീക്ഷയാണുള്ളത്? യുവാക്കൾ നാടുവിടുകയാണ്. യുവാക്കൾക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു സർക്കാരായിട്ട് LDF സർക്കാർ മാറിയിരിക്കുന്നു. ആശാവർക്കർമാർ സമരത്തിലാണ്, തൊഴിലാളികൾ സമരത്തിലാണ്, എല്ലാ വിഭാഗം ആളുകളും ഇന്ന് ABVPയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ നടക്കുകയാണ്. എന്താണ്? PMCയിൽ ഉൾപ്പെടുത്താതെ ഇവിടുത്തെ സർക്കാർ സംവിധാനം ആ കേന്ദ്ര സർക്കാരിന്റെ പണം അടിച്ചു മാറ്റുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഇത്തരത്തിൽ നെറുകെട്ട രാഷ്ട്രീയം നടത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു ഭരണമായിട്ട് LDF സർക്കാർ പോകുമ്പോൾ, കഴിഞ്ഞ 9 വർഷമായിട്ട് UDF എന്ത് സമരമാണ് നടത്തിയിട്ടുള്ളത്? ഈ സർക്കാരിനെതിരെ, പിണറായി വിജയൻ സർക്കാരിനെതിരെ ഈ കാലഘട്ടങ്ങളിൽ എന്ത് നിലപാടാണ് VD
സതീശന്റെ നേതൃത്വത്തിലുള്ള UDF നടത്തിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള സമരവും നടത്തിയിട്ടില്ല. അവർ പിണറായി വിജയനെ കാണുമ്പോൾ കൈപൊക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയന് വേണ്ടി വാദിക്കുന്ന ഒരു ബി ടീമായിട്ട് UDF മാറുകയാണ്. UDF-ഉം LDF-ഉം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, അവർ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യിക്കുവാൻ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തിയിരിക്കുന്ന വർഗീയ ചേരിതിരിവ് ഈ ജമാഅത്തെ ഇസ്ലാമിയെയും PDP-യെയും കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നെറുകെട്ട രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഗുണമായിരിക്കും. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ഞങ്ങൾക്ക് അനുകൂലമാകാൻ ഒരുപാട് സാധ്യതകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. കെട്ടിവെച്ച പൈസ നഷ്ടപ്പെട്ടത് സുഹൃത്ത് അറിഞ്ഞായിരുന്നോ? അല്ല, അത് കെട്ടിവെച്ച പണം ലഭിക്കാതെ പോയ ഈ രാജ്യത്ത് കോൺഗ്രസിന് എവിടെയുണ്ട്? കോൺഗ്രസിന് കെട്ടിവെച്ച പണം പോയ നൂറുകണക്കിന് മണ്ഡലങ്ങളുണ്ട്, നൂറുകണക്കിന് പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്. അങ്ങറിഞ്ഞായിരുന്നോ ഇത്? അങ്ങറിഞ്ഞായിരുന്നോ? എന്തായാലും ഈ നിലമ്പൂര് BJP കയ്യിലിരുന്ന കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് വോട്ട് ഞങ്ങൾക്ക് നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സാധിച്ചു.